നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കേണ്ടതില്ലെന്ന് UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ. കൗൺസിൽ അംഗബലത്തിൽ സർക്കാർ നിർദ്ദേശം തള്ളി. ചെർപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF കൗൺസിലർമാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ഉയർത്തി LDF കൗൺസിലർമാരും. ഒരാളുടെയും പെൻഷൻ തടഞ്ഞുവച്ചിട്ടില്ലെന്നും പെൻഷൻ നിഷേധിച്ചെന്ന സ്ത്രീയുടെ പരാതി അടിസ്ഥാനരഹിതമെന്നും പെരിന്തൽമണ്ണ നഗരസഭ. മലബാർ സിറ്റി ന്യൂസ് വാർത്തയെ തുടർന്ന് വൈസ് ചെയർപേഴ്സന്റെയും കൗൺസിലറുടെയും വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ തങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഉള്ളതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാകുമെന്നും DCC പ്രസിഡന്റ്. ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് പട്ടാമ്പി കൊടുമുണ്ടയിൽ റെയിൽവേ ഗേറ്റ് തകർന്നു. പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് വീണ്ടും അംഗീകാരം. മികച്ച പ്രവർത്തനത്തിന് നഗരസഭയിലെ കുടുംബശ്രീ CDSന് ISO അന്താരാഷ്ട്ര ഗുണമേന്മ അംഗീകാരം ലഭിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കേണ്ടെന്ന് UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ. ഇടതുപക്ഷത്തിന്റെ 11 വോട്ടുകൾക്കെതിരെ 16 വോട്ടുകൾക്കാണ് സർക്കാർ നിർദ്ദേശം തള്ളിയത്. 750 മുതൽ 1000 പേരെ പങ്കെടുപ്പിച്ച് വികസന സെമിനാറുകൾ നടത്തണമെന്നും ഇതിനായി തനത് ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വരെ ചെലവഴിക്കാമെന്നുമാണ് സർക്കുലറിലുള്ളത്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നും 4 ലക്ഷം ചെലവഴിക്കാനില്ലെന്നും ചെയർമാൻ C. മുഹമ്മദ് ബഷീർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയില് ജനങ്ങളിലേക്ക് ഈ വികസനം എത്തിക്കാൻ 4 ലക്ഷം രൂപ നമ്മുടെ ഇപ്പോൾ പ്രയാസപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിൽ ചെയ്തുകൊണ്ട് അത് നടത്താൻ ഉണ്ടാവുന്നതാണ് മണ്ണാർക്കാട് നഗരസഭയുടെ ഈ കൗൺസിലിന്റെ തീരുമാനം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൈസ ചെലവാക്കാതെ തന്നെ മറ്റുള്ള മാർഗം തേടാനും അത് ചെയ്യാനും ഈ കൗൺസിൽ തീരുമാനിക്കുകയാണ്. ഇതിനെ CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യനും CPM കൗൺസിലർ K. മൻസൂറും എതിർത്തു. തീരുമാനിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ ഉള്ള ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വെക്കുമ്പോൾ ഞങ്ങൾ അതിൽ വിയോജനം കൊടുക്കുകയാണ്. സർക്കാർ തീരുമാനിച്ചത് ഈ തീരുമാനം നടപ്പിലാക്കാൻ പാടില്ല, ഞങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല, ഞങ്ങൾ UDF എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഇതല്ല, ഇതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ മന്ത്രി വിളിച്ചിട്ട് വരുന്നില്ല. എങ്ങനെ മന്ത്രി ഞങ്ങൾ വിളിച്ചാ വരിക? ഇതല്ലേ സർക്കാർ തീരുമാനത്തൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ പാർലമെന്റ് ലീഡർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. വികസന സെമിനാറുകൾ പ്രഹസനങ്ങളാണെന്നും അതിന് പണം ചെലവഴിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ കോൺഗ്രസിലെ K. ബാലകൃഷ്ണൻ പറഞ്ഞു. ഗുണഭോക്താക്കള് ആ പരാതിയൊക്കെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തന്നെ വന്ന് അതിനൊരു തീരുമാനം എടുക്കാതെ അങ്ങനെ തന്നെ കിടക്കാം എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ ഇത് ഒരു പ്രഹസനമാക്കി മാറ്റാനാണ്, അതാണ് സത്യം. പണം ചെലവാക്കുന്നത് മാത്രമല്ല, ഈ വികസന സദസ്സ് ഒരു പ്രഹസനമാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തല്. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ആ 4 ലക്ഷം രൂപ ഇപ്പൊ ഗവൺമെന്റ് ചെയർമാൻ പറഞ്ഞത് നമുക്ക് 4 ലക്ഷം രൂപ വരെ ചെലവാക്കാം. 4 ലക്ഷം രൂപ വരെ ഞാൻ പറഞ്ഞത് അതല്ല. ഓക്കെ, 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 ലക്ഷം രൂപ വരെ ചെലവാക്കാം. അത് നമ്മൾ ചെലവാക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാതെ 4 ലക്ഷം രൂപ വരെ ചെലവാക്കാം എന്ന് പറഞ്ഞത് ഇത് 4 ലക്ഷം രൂപ വരെ ചെലവാക്കണ്ട. കാരണം 500-1000 ആളിനെ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ വെറുതെ ഒരു പ്രഹസനമാക്കി മാറ്റണ്ട എന്നുള്ളതാണ് അത്. എന്നാൽ ഇക്കാര്യം വോട്ടിനിട്ട് തീരുമാനിക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷൻ C. ഷഫീഖ് റഹ്മാനും BJP അംഗം K. പ്രസാദും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. CPMലെ 11 പേർ വികസന സെമിനാർ നടത്തുന്നതിനെ അനുകൂലിച്ച് കൈപൊക്കിയപ്പോൾ BJPയിലെ 2 കൗൺസിലറും തെന്നാരയിലെ സ്വതന്ത്ര അംഗവും ഉൾപ്പെടെ 16 പേർ എതിർത്തു. വീടില്ലാത്തവർ വീട് നിർമ്മിച്ച് തയ്യാറാക്കുന്നതിനായി നഗരസഭ തയ്യാറാക്കിയ 210 വീടുകൾക്കുള്ള DPRന് സർക്കാർ അനുമതി ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ
കൗൺസിൽ ആരംഭിക്കുന്നതിന് മുമ്പ് സഭയെ അറിയിച്ചു. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നഗരസഭ തയ്യാറാക്കിയ 210 വീടുകൾക്കുള്ള DPRന് സർക്കാർ അനുമതി നൽകിയതായി ചെയർമാൻ കൗൺസിൽ ആരംഭിക്കുന്നതിന് മുമ്പ് സഭയെ അറിയിച്ചു. മണ്ണാർക്കാട് നഗരസഭ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 കൗൺസിലുകൾ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണ്ടിയിരുന്നു. അപ്പൊ 210 വീടിന്റെ സാങ്ഷൻ ലെറ്റർ ഞാൻ ഇന്നലെ കളക്ടർ നേരിട്ട് കണ്ടിരുന്നു. ഇന്നിപ്പോ ഈ കൗൺസിൽ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ കളക്ടർ ഫോൺ വന്നു, ഞാനത് സൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രാന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ പ്രതീക്ഷ. തുടർന്ന് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ പൗലോസിന് സഭയുടെ ആദരാഞ്ജലി അർപ്പിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF കൗൺസിലർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ഭരണപക്ഷ കൗൺസിലർമാരും പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ചെർപ്പളശ്ശേരി നഗരസഭയിൽ വിവിധ അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കൗൺസിൽ ആരംഭിച്ച അജണ്ട വായിക്കും മുന്നേ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ചെയർമാനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി സംസാരിച്ചു. ഇതിന് ചെയർമാൻ മറുപടി പറയാൻ ശ്രമിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിലേക്ക് നീങ്ങി. ഇതിനിടെ പ്രതിപക്ഷ കൗൺസിലറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ഭരണപക്ഷം പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചതോടെ കൗൺസിൽ യോഗം കൂടുതൽ അലങ്കോലമായി. ഒരു കാലത്ത് പുറത്തു നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം ഇതിനെ എതിർക്കുകയും വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ മാഫിയകൾക്കും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. അവിടെ അനധികൃത കോഴി ഉണ്ടായിരുന്നു, അത് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ കൂട്ടിയിട്ടുണ്ട്, ചെങ്കൽ കോഴി ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയർമാന്റെ വേണമെന്നാണ് പറയാൻ. അല്ല ഇത് നിരവധിയായ സാധാരണക്കാരായ ആളുകളെ 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ തോൽപ്പിച്ച് അവസാനം വീട് കുട്ടി നാടുണ്ടി വന്നു. അത് ഈ കൗൺസിൽ ചർച്ച ചെയ്യും എന്ന തോന്നലുണ്ടായപ്പോ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ഇവിടെ നൽകിപ്പോയിക്കാണ്. ഇതറിയാം. തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കോറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ ചെയർമാൻ നാടിനെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ചെയർമാൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടും ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് UDF അനുവദിക്കില്ലെന്നും കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് പറഞ്ഞു. ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ചോദിക്കണ്ടല്ലോ. നിങ്ങൾ എന്താ അവരോട് ചോദിക്കാതെ? ഏരിയ സെക്രട്ടറിക്ക് അഭിപ്രായമല്ലേ? ലോക്കൽ സെക്രട്ടറിമാർക്ക് അഭിപ്രായമില്ലേ? കമ്മിറ്റി അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? CPM ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. CPM പ്രതിരോധത്തിലായപ്പോൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ എന്താ അവരോട് ചോദിക്കാതെ? അവരോടും കൂടി ചോദിക്കണം നിങ്ങൾ. അല്ല, CPM ചെയർമാൻ പറഞ്ഞില്ല CPM കക്ഷിയാണല്ലോ. അല്ല, ചെയർമാൻ പറഞ്ഞില്ല CPM കക്ഷിയാണല്ലോ. CPM കക്ഷിയാണല്ലോ. ഒത്താശ ചെയ്തു എന്നല്ലേ പറയണേ? പാർട്ടിയുടെ ഒത്താശ ഉണ്ടാ ഇതൊക്കെ നടക്കുന്നല്ലേ പറയണേ? അല്ലെ, പാർട്ടിക്കാരാണ് ചെല്ലുമ്പോൾ ഒരു പൂര കമ്മിറ്റിക്ക് 5 ലക്ഷം കൊടുക്കുക എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ പൂര കമ്മിറ്റിക്ക് പള്ളി കമ്മിറ്റിക്ക് ആർക്ക് കൊടുക്കണേന് ഞങ്ങൾ എതിരല്ല കേട്ടോ. നിയമാനുസൃതം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പണം പിരിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. മാന്യമായ രീതിയിൽ പണം പിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ സമീപിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഇവിടെ പ്രശ്നം അതല്ലാന്ന്. ഇവിടെ ഇതിനെ കറവ പശുവാക്കി പാർട്ടി എല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനെ. അല്ല, അവർ പള്ളി കമ്മിറ്റി കൊടുക്കുന്നതിനും മറ്റവർക്ക് കൊടുക്കുന്നതിനൊക്കെ ഞങ്ങൾ ഇതിനെ എതിർക്കേണ്ട കാര്യം? അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇവിടെ പറയുന്നത് പ്രശ്നം അതല്ല. ചെയർമാൻ പറയുന്നത് പാർട്ടി ഒത്താശയോട് കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം സമരസമിതി ചെയർമാനായ ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ ഇപ്പോഴത്തെ നിലപാട് എന്താ? അത് അന്ന് അങ്ങനെ നിലപാട്, ഇപ്പൊ ഇങ്ങനെ നിലപാട്. ഇവരായി പറയണ ഇവർ അവസരവാദികളാണെന്ന്. ഇവരെ ഇത് മാത്രമല്ല, ഇവരിപ്പോ സ്റ്റേറ്റിലായാലും എല്ലാ കാര്യത്തിലും ഇതാണല്ലോ. ഇവര് ഒരു സമയത്ത് ഒരു നിലപാട്, മറ്റൊരു സമയത്ത് ഒരു നിലപാടാണല്ലോ. ഞങ്ങൾ ഒറ്റ നിലപാടുള്ളൂ. ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആവശ്യപ്പെടുന്നത് ഇത്തരം അഴിമതികള് ചെയർമാന്റെ ഭാഗത്ത് മാത്രമല്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഭാഗത്തുണ്ടായിരുന്നു. 6,35,000 രൂപയോളം വരുന്ന പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള പണം
2 വർഷമായി ഇതുവരെ ചെർപ്പശ്ശേരി നഗരസഭയിൽ അടച്ചിട്ടില്ല. എന്നിട്ട് ചെയർമാൻ പറയാ നഗരസഭക്ക് നഷ്ടമൊന്നുമില്ലാന്ന്. എന്നാ പിന്നെ എന്തിനാ സർവീസ് ബാങ്ക് നഗരസഭക്ക് കത്തയച്ച്? നഗരസഭ എന്തിനാ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർക്ക് നോട്ടീസ് അയച്ച്? നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത കാര്യത്തിന് നമ്മൾ നോട്ടീസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ കത്തയക്കേണ്ട കാര്യമല്ല. അപ്പൊ ചെർപ്പശ്ശേരി നഗരസഭയുടെ സാന്നിധ്യത്തിൽ കൂട്ട് നിന്നുകൊണ്ട് കൃഷി ഓഫീസിൽ നടത്തിയ 6 ലക്ഷത്തിൽ പര രൂപയുടെ അഴിമതി, സാമ്പത്തിക തിരിമറിക്ക് ഉത്തരവാദി ആരാണ്? അപ്പൊ അതിന് ഉത്തരവാദികളായ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒന്നും ആ പദവിക്ക് നിരക്കുന്നവരല്ല, യോഗ്യരല്ല. അവരാ പദവി മാറണം എന്ന് തന്നെയാണ് UDF ആവശ്യപ്പെടുന്നത്. എന്നാൽ തന്റെ പേരിൽ ഒരു അഴിമതിയെങ്കിലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണം മാത്രമാണ് തനിക്കെതിരെ UDF കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഒട്ടനവധി പ്രാധാന്യമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെയർമാൻ പ്രതികരിച്ചു. ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ട് ചെർപ്പശ്ശേരിയിലുണ്ടായിരുന്ന വികസനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയിലിതായി ഇപ്പോൾ ഭരണം തിരിച്ചു പിടിക്കാമെന്ന വിശ്വാസത്തിൽ വന്നിരുന്ന UDFനിപ്പോൾ ആകെ വെപ്രാളമായിട്ടുണ്ട്. ആ വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഇതിലേക്ക് മാറിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ചെർപ്പശ്ശേരിയിൽ 5 കൊല്ലം UDF ഭരിച്ചിട്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ഇലക്ഷൻ പ്രതിപക്ഷം എന്താണ് ചർച്ച ചെയ്യുക? ആ ചർച്ച ചെയ്യാനുള്ള ദാരിദ്ര്യം അവർക്കൊരാളെ പ്രതിക്കൂട്ട് നിർത്തണ്ടേ? അല്ല, ചെയർമാൻ എന്ത് തെറ്റായി ഇതൊരു പറയണ്ടേ? ചെയർമാനെ ഈ 5 വർഷം എന്ത് അജിറ്റേഷൻ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ്, ചെയർമാൻ എന്ത് അഴിമതി നടത്തിയെന്ന് അവർക്ക് പറയാനുള്ളത്? വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നതിനപ്പുറം ഇവർ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ട. ഇതൊന്നും അംഗീകരിക്കാൻ കൗൺസിലിൽ നിൽക്കാതെ ഇറങ്ങിപ്പോയിട്ട് ഇതൊക്കെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണസമിതിയാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് ഇറങ്ങിപ്പോയിന്ന്. നിങ്ങളെ അജണ്ട 10 പരിശോധിച്ചു, അതല്ല മറ്റേ സപ്ലിമെൻ്ററി അജണ്ട ഉണ്ടാവും. അതിലെല്ലാ വർക്കുകളും 2 ഉണ്ട്, നിരവധിയായ വർക്കുകൾ. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കുന്നു, അതിന് 2 ഉണ്ട്. അതിൽ ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്, ആ 2 ഉണ്ട്. ഇതൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എങ്കിലും ഇതിനു മുമ്പ് വരെ തന്നെ കാണിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പ്രധാന അജണ്ട ചർച്ച ചെയ്യാൻ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഇറങ്ങിപ്പോവുക. അതെവിടെ മര്യാദ? പിന്നെ അവർ ഒപ്പിട്ട കൗൺസിലിൽ ഒപ്പിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ള, അങ്ങനെ ഒപ്പിടാതെ ഇറങ്ങിപ്പോണ്ടേ? നല്ല സിറ്റി ഫീ ഞങ്ങൾക്ക് വേണം, ഞങ്ങളിത് ഇറങ്ങിപ്പോടുന്ന ഒരു അജണ്ട പോലും ചർച്ച ചെയ്യുന്നതിന് മുമ്പാണല്ലോ, അജണ്ട ഇറങ്ങുന്നതിന് മുമ്പാണ് ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ കൗൺസിലിൽ പങ്കെടുത്ത് പറയുകയാണ്. അങ്ങനെ ഒരു അജണ്ട പോലും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പോൾ അത്തരം വില കുറഞ്ഞ രാഷ്ട്രീയം. ഒരാളുടെയും പെൻഷൻ പെരിന്തൽമണ്ണ നഗരസഭ തടഞ്ഞു വെച്ചിട്ടില്ലെന്നും വയോധികയ്ക്ക് പെൻഷൻ നിഷേധിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ A. നസീറ, കൗൺസിലർ KC ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വസന്തകുമാരി എന്ന സ്ത്രീക്ക് വിധവാ പെൻഷൻ നിഷേധിച്ചെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കൗൺസിലർമാർ. വേണ്ട രേഖകൾ ഹാജരാക്കാത്തതിനാലാണ് അവർക്ക് വിധവാ പെൻഷൻ കൊടുക്കാൻ സാധ്യമാകാത്തതെന്നും വൈസ് ചെയർപേഴ്സൺ A. നസീറ പറഞ്ഞു. വസന്തകുമാരി എന്ന സ്ത്രീക്ക് പെൻഷൻ നിഷേധിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ A. നസീറ, കൗൺസിലർ KC ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു. അവർ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല, പുനർവിവാഹ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടില്ല. ഇതുകാരണമാണ് പെൻഷൻ അനുവദിക്കാത്തതെന്ന് വൈസ് ചെയർപേഴ്സൺ A. നസീറ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് അവർക്ക് പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്നുള്ളതും പെൻഷൻ അനുവദിക്കുന്നില്ല, തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിലവിൽ ഇവര് പെരിന്തൽമണ്ണ നഗരസഭയുടെ പെൻഷൻ ഗുണഭോക്താവല്ല. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ സൈറ്റായിട്ടുള്ള സേവന പെൻഷൻ അടിച്ചു നോക്കിക്കഴിഞ്ഞ് അവരുടെ ആധാർ കാർഡും പെൻഷൻ ID അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അത് എല്ലാവർക്കും എവിടെ നിന്ന് നോക്കിയാലും സുതാര്യമാണ്, എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പാലക്കാട് കോങ്ങാട് ഗ്രാമപഞ്ചായത്താണ് പെൻഷൻ അനുവദിക്കുന്നത്. 3 കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. ഒന്ന്, മസ്റ്ററിംഗ് അവർ ചെയ്തിട്ടില്ല. മസ്റ്ററിംഗ് എല്ലാ പെൻഷൻ ഗുണഭോക്താവും എല്ലാ വർഷവും മസ്റ്ററിംഗ് ചെയ്യണം. ആഗസ്റ്റ് 25 വരെ സർക്കാർ പെൻഷന്റെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു മസ്റ്ററിംഗ് ചെയ്യാൻ. അത് കഴിഞ്ഞൊരു 10 ദിവസം എന്നുള്ള രീതിയിൽ ഈ 2025 സെപ്റ്റംബർ 10 സെപ്റ്റംബർ 10-നാണ്
ലാസ്റ്റ് സൈറ്റ് ക്ലോസ് ചെയ്തത്. അതുവരെയായിട്ടും അവർ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടില്ല. വിധവ പെൻഷനാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷം ഇതുപോലെ ഈ ഗുണഭോക്താക്കള് പിന്നെ അതാത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതാത് മുനിസിപ്പാലിറ്റി അവിടെ ഹാജരാക്കണം. അതും ഇവര് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതും അവർ ഹാജരാക്കണം. ഇത് മൂന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ പെൻഷൻ കിട്ടാത്തത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. ഏറ്റവും സുതാര്യമായാണ് നഗരസഭ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത്. അത് ആർക്കും പരിശോധിച്ചാൽ വ്യക്തമാകും. ഇക്കാര്യത്തിൽ ആർക്കും പരാതിയില്ല. ആ സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കി നഗരസഭ അവരെ സഹായിക്കുകയാണ് ചെയ്തത്. നഗരസഭയ്ക്കും കൗൺസിലർമാർക്കും എതിരെ ആവശ്യമില്ലാത്ത പ്രചരണമാണ് അവർ നടത്തിയതെന്നും കൗൺസിലർ KC ഷാഹുൽ ഹമീദ് പറഞ്ഞു. നമ്മളിപ്പോൾ ഒളിച്ചുകൂട്ടാന്ന് പറഞ്ഞപ്പോൾ ആദ്യം നേരത്തെ ഒരു മാസം 2 മാസം മുമ്പ് ഒരു 24 ചാനലിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി ഒരു പ്രയാസപ്പെടുന്ന സ്ത്രീയല്ലേ, നമ്മൾ വിശദീകരണം അതിന് പോകണ്ടെന്ന് നിലക്കാണ് വീണ്ടും 2 ചാനലുകൾ സിറ്റി ചാനലുകളിൽ ഇത് ആവർത്തിച്ച് വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ഇലക്ഷനാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലാളുകൾക്ക് ഏകദേശം ധാരണ എന്താണെന്നില്ല. പക്ഷെ പൊതുവിൽ ഇതിങ്ങനെ പുറത്തു പോകുമ്പോൾ ഇത് വിശദീകരിക്കേണ്ടത് ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു നിലക്കും ഈ വസന്തകുമാരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പെൻഷനായിട്ട് പെരുന്തമണ്ണ നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ തന്നെ എൻ്റെ പേര് അവരുടെ പെൻഷൻ ID നമ്പറുണ്ട്, പിന്നെ ആധാർ കാർഡ് നമ്പറുണ്ട്. ജസ്റ്റ് അടിച്ച 2 ക്ലിക്കിലൂടെ സംഭവം വ്യക്തമാണ്. പിന്നെ ഇവർക്ക് ഇവിടെ അപേക്ഷ തന്നിരുന്നുവെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് കൊടുക്കാമായിരുന്നു. ഇവിടെ അല്ലല്ലോ. ഇവിടെ നിന്ന് തന്നെ അവർക്ക് നമ്മൾ എന്തിട്ടുണ്ട്, അവർ ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 4-5-6 വർഷമായിട്ട് പെരുന്തമണ്ണ താമസത്തിന്റെ നിരക്ക് തന്നെ അവർക്ക് പിന്നെ അവരുടെ മകൾക്ക് വിവാഹത്തിന് സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് എന്താണ് നമ്മളെ പരിസരത്ത് താമസിക്കുന്നതിനോടൊപ്പം എത്രയോ ആളുകൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ അതിന് വസ്തുത എന്ന് വെച്ചാല്, പെരുന്തമണ്ണ നഗരസഭയിലെ ഒരു വ്യക്തി ഷൊർണൂരോ കോങ്ങാടോ പാലക്കാടോ താമസിക്കുന്നു. അവര് ആ നഗരസഭയിലെ പഞ്ചായത്ത് പോയിട്ട് പറയുന്നത് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് ഇവിടെയാണ്. ആ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചപ്പോൾ നമ്മൾക്ക് ഈ പിന്നെ പിണറായി അല്ലാതെ സമർപ്പിക്കാൻ പറയുമ്പോഴും അതുപോലെ തന്നെ പിന്നെ മസ്റ്ററിങ്ങിന്റെ സമയത്തും ഈ ആളുകളൊന്നും നമ്മുടെ വാർഡിൽ താമസിച്ചോണമെന്നില്ല. ഈ ലിസ്റ്റ് നോക്കി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പരിചയമുള്ള കോൺസിലറോട് ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചിലത് അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് ഷെറിൽ മറ്റേ വാർഡിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും, അവരോട് അറിയിക്കൊണ്ടു. അങ്ങനെ പുനർവായുധം അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് അറിവുണ്ടാവും. വാർഡ് മറ്റേ കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ തന്നെ അവിടെ പൂയിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ മസ്റ്ററിങ് പരസ്പരം ചർച്ച ചെയ്തിട്ട് ഒരു പരാതി ഇല്ലല്ലോ വരുന്ന നഗരസഭയിൽ ഒരാൾ പോലും ഇതൊരു പരാതി പറയാതെ ഒരു കോങ്ങാട്ടത്തെ ഒരാൾ വന്നിട്ട് ഇവിടെ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രയാസം കൊണ്ടാണ് സംഭവം. എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് പെൻഷൻ നൽകണമെന്ന് പറയുന്നത്? മതിയായ രേഖകൾ ഇല്ല. ഒരാളുടെ പെൻഷനും തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് വൈസ് ചെയർപേഴ്സൺ നസീറ വീണ്ടും വ്യക്തമാക്കി. അതായത് ഒരാളുടെ മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് ഒരാളുടെ പെൻഷൻ പോലും നിന്ന് പോവരുത്, കിട്ടാതെ പോവരുത് എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതില് നല്ലപോലെ ഇടപെടലുണ്ട്. ഹോം മസ്റ്ററിങ് വരെ പെരിന്തൽമണ്ണ നഗരസഭ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. കാരണം അവർക്ക് അക്ഷയയിൽ പോകാനുള്ള പ്രയാസമുണ്ട്. കിടപ്പിലായ ഒരു രോഗിക്ക് പോയി ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ പോയി അക്ഷയമുക്കാരെ കൊണ്ടുപോയി മസ്റ്ററിങ് ചെയ്യിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മൾ ഒരാളുടെ പെൻഷൻ തടഞ്ഞു വെക്കുക, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ നഗരസഭ പോയിട്ടില്ല. തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പാലക്കാട് ഉള്ളതെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പേങ്ങാട്രിയിൽ നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. നെല്ലായിൽ ആദ്യമായാണ് കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനവും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള സ്വീകരണവും വെള്ളിയാഴ്ച നടന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലായിലും ചെർപ്പളശ്ശേരിയിലും ഉൾപ്പെടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് A തങ്കപ്പൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലാണ്. എനിക്കത് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് ചെറുതായിട്ട് കാണുന്നില്ല. ഞാനൊരു വാക്കിൽ പറയുകയല്ല. എനിക്ക് വിശ്വാസം തോന്നുന്നുണ്ട് നെല്ലായ ഞാൻ എവിടെയും എടുത്തു പറയുന്നൊന്നും തിരിച്ചു പിടിക്കാൻ പോകുന്ന പഞ്ചായത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പറയല്ല. ഞാൻ വണ്ടിയിൽ ഇരുന്ന് മൂസാമെന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ പ്രസംഗിക്കും, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്നും ഷമീറിനെ കുറിച്ച് പലവരെയും പറയും. അതുപോലെ ഞാൻ എടുത്തു പറയുന്ന 2 കാര്യം, ഒന്ന് ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി, 2 നെല്ലായ പഞ്ചായത്ത്. ഇനി നമ്മൾ ഒരു മനസ്സായി നിന്നിട്ട്
പൊരുതി ജയിക്കണം, പിടിക്കണം. അതാണ് അതിൻ്റെയൊക്കെ തുടക്കമാണ്. നിങ്ങളെല്ലാവരും മുഖം, നിങ്ങൾ ആരും അതിനകത്ത് ഒരു വളരെ താല്പര്യത്തോടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ 2 പ്രാവശ്യം ഞാൻ മാറ്റിവെച്ചതാണ്. എൻ്റെ തകരാറുകൾ മാറ്റിവെച്ചതല്ല. ഞാൻ ഇപ്പോഴും വൈകിയത് എൻ്റെ അല്ല. ഞാൻ 5 മിനിറ്റോ 10 മിനിറ്റോ വൈകി ആരെങ്കിലും ക്ഷീണമൊന്നും ഞാനല്ല. ഞാൻ കറക്റ്റ് സമയം എത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വാർഡ് പ്രസിഡന്റുമാരെയും പരിപാടിയിൽ ആദരിച്ചു. കിക്ക് ബോക്സിംഗിൽ മെഡൽ നേടിയ KSU മണ്ഡലം പ്രസിഡന്റ് അരുണിനെ ചടങ്ങിൽ അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMK ബാബു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, N ജനാർദ്ദനൻ, മൂസ പേങ്ങാട്രി, അസീസ് പട്ടാമ്പി, NP രാമകൃഷ്ണൻ, റസാഖ് എഴുവന്തല, മൻസൂർ ഇമ്പാനു, ദിവാകരൻ കയ്യറ, മെഹറൂഫ് ഇമ്പാനു, രാജേഷ് പമ്പുലായ, വിജയകുമാർ, P ബാലൻ, K അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചു കയറി റെയിൽവേ ഗേറ്റ് തകർന്നു. പട്ടാമ്പി കൊടുമുണ്ട റെയിൽവേ ഗേറ്റിലാണ് സംഭവം. പാതയിലേറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ട്രെയിൻ പോകുവാൻ വേണ്ടി ഗേറ്റ് താഴ്ത്തുന്ന സമയത്താണ് സംഭവം. ഗേറ്റ് മറികടക്കാൻ അമിത വേഗതയിൽ വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ആദ്യത്തെ ഗേറ്റ് കടക്കുകയും താഴ്ന്നു വരുന്ന രണ്ടാമത്തെ ഗേറ്റിൽ ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് തകർന്നു. ഇതോടെ പട്ടാമ്പി മുതുതല പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ സമയം റെയിൽപാതയിലൂടെ ട്രെയിൻ കടന്നുപോയി. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗേറ്റ് ശരിയാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ കുടുംബശ്രീ CDSന് അന്താരാഷ്ട്ര ഗുണമേന്മ അംഗീകാരം ലഭിച്ചു. കോട്ടയ്ക്കലിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ ISO അംഗീകാരപത്രം ഏറ്റുവാങ്ങി. കാര്യക്ഷമതയും ഗുണനിലവാരവും പൊതുജന സൗഹൃദവുമായ ഓഫീസ് സംവിധാനം, സർക്കാർ അംഗീകൃത നിയമാവലിക്കനുസരിച്ചുള്ള സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ഫയലുകളും സേവനങ്ങളും ഗുണഭോക്താക്കൾക്ക് വേഗത്തിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ വിലയിരുത്തിയാണ് പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ CDSന് ISO അംഗീകാരം ലഭിച്ചത്. കോട്ടക്കൽ PM ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി മെമ്പർ മാട്ടുമൽ സലീമിൽ നിന്നും പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ CDS സാരഥികൾ ISO അംഗീകാര പത്രം ഏറ്റുവാങ്ങി. ചെയർപേഴ്സൺ സീനത്ത് PK, മെമ്പർ സെക്രട്ടറി രാജീവൻ T, സിറ്റി മിഷൻ മാനേജർ സുബൈറുൽ അവാൻ, മുൻ CDS ചെയർപേഴ്സൺമാരായ റുക്കിയ, രേഖ, ഷെർലിജ, വിനോദിനി, പ്രേമലത തുടങ്ങിയവർ ചേർന്നാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ CDSനെ മുമ്പ് സംസ്ഥാനത്തെ മാതൃകാ കുടുംബശ്രീ CDS ആയി തെരഞ്ഞെടുത്തിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പാണ്ടിക്കാട് തൂവൂർ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കരുവാരക്കുണ്ടിൽ നടന്നു. 6 പ്ലറ്റൂണുകളിലായി 300ഓളം കേഡറ്റുകളാണ് പരേഡ് നടത്തിയത്. അഡീഷണൽ SP V കൃഷ്ണദാസ് സല്യൂട്ട് സ്വീകരിച്ചു. വർണ്ണാഭവും പ്രൗഢവുമായ ചടങ്ങുകളോടെയാണ് കരുവാരക്കുണ്ട്, തുവ്വൂർ, പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ SPC യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. 6 പ്ലറ്റൂണുകളിലായി 300ഓളം കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത്. പൗരപ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ആദ്യത്തെ പ്ലാറ്റൂൺ സിയാദ് KP സല്യൂട്ട് നൽകുന്നു. രണ്ടാമത്തെ പ്ലാറ്റൂൺ റിജ ഷെറിൻക്ക് സല്യൂട്ട് നൽകിയിരിക്കുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റൂൺ സൂരജ് T കമാൻഡ് നൽകിയിരിക്കുന്നു. തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സെക്കൻഡ് പ്ലാറ്റൂൺ ഷംസിയ A സല്യൂട്ട് നൽകിയിരിക്കുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ
ഒന്നാമത്തെയും പരേഡിൽ 5ാമത്തെയും പ്ലാറ്റൂൺ ഹാമീസ് മുഹമ്മദ് സല്യൂട്ട് നൽകിയിരിക്കുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാർച്ച് പാസ്റ്റ് മീനാക്ഷി 10th സല്യൂട്ട് നൽകിയിരിക്കുന്നു. മാർച്ച് പാസ്റ്റ് 6 പ്ലാറ്റൂണുകളുടെയും ലീഡർമാരുടെ സല്യൂട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആദ്യ പൊസിഷനിലേക്ക് അഡീഷണൽ SP VA കൃഷ്ണദാസ് സല്യൂട്ട് സ്വീകരിച്ചു. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നൽകിയിട്ടുള്ള അധ്യാപകരെയും ഉദ്യോഗസ്ഥന്മാരെയും PTA ഭാരവാഹികളെ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും SPC പദ്ധതിയെ പറ്റി അധികം കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. കാരണം 2010 വളരെ കുറഞ്ഞ സ്കൂളുകളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വലിയൊരു മികച്ച പദ്ധതിയാണ് SPC പദ്ധതി എന്ന് പറയുന്നത്. അത് ഇന്നിപ്പോൾ 1048 സ്കൂളുകളിൽ കേരളത്തിൽ തന്നെ വിവിധ സ്കൂളുകളിൽ പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളിൽ പോലും ഈ പദ്ധതി ഇന്ന് ഇപ്പോൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം, ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VN ജയൻ, പാണ്ടിക്കാട് SI രമേശ് ബാബു, സ്കൂൾ PTA പ്രസിഡന്റുമാരായ അബ്ദുൽ അലി ശിഹാബ്, TP ഫസലുർ റഹ്മാൻ, MK കുഞ്ഞിമുഹമ്മദ്, പ്രഥമാധ്യാപകരായ രാധിക, മനോജ് ജോസഫ്, അനീസ, PTA വൈസ് പ്രസിഡന്റ് VP ഇസ്ഹാക്ക്, SMC ചെയർമാൻ P സജിനു, അഷറഫ് പിലാക്കൽ, മനോജ്, ജമീല, KA ഷെയ്ഖ് മുഹമ്മദ്, R സിന്ധു, സലീം, മൃദുല, മറ്റു രക്ഷിതാക്കൾ, PTA SMC അംഗങ്ങൾ, അധ്യാപകർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. വൃത്തിയിലും സൗകര്യത്തിലും മാതൃകയായി തെങ്കര മണലടി വാർഡിലെ കുന്നുംപുറം അങ്കണവാടി. AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് കുന്നുംപുറം അങ്കണവാടി സ്മാർട്ടായത്. പഞ്ചായത്ത് അംഗം K ജഹീഫിന്റെ ശ്രമമാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത്. അതിമനോഹരമായി ഡിസൈൻ ചെയ്ത അങ്കണവാടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്വീകരിക്കുന്നത് ശീതീകരിച്ച ഹാളാണ്. AC-യും TV-യും ഉൾപ്പെടെ അടിപൊളിയാണ് അങ്കണവാടി. കുട്ടികൾക്ക് കൈ കഴുകാൻ പ്രത്യേകം വാഷ് ബേസിനും നല്ല വൃത്തിയുള്ള ശുചിമുറിയും അതിമനോഹരമായ അടുക്കളയും ഉൾപ്പെടെ അങ്കണവാടിയുടെ കെട്ടുമട്ടും എല്ലാവരെയും ഞെട്ടിച്ചു. അപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെ മക്കളും അവർ ഭാവിയിൽ എത്ര വലിയ പ്രൊഫഷണൽ ആയാലും അവരുടെ അടിസ്ഥാനം അവർ തുടങ്ങുന്നത് അങ്കണവാടിയിൽ നിന്നാണ്. അപ്പോൾ അങ്കണവാടിയിൽ ഏറ്റവും മികച്ച സൗകര്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം, നിങ്ങൾ അതിൻ്റെ വാഷ് ബേസിന് നിങ്ങൾ നോക്കിയാൽ അറിയാം, അത് ബേബി ഫ്രണ്ട്ലി വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊക്കെ വീട്ടിൽ പോലും നമ്മളെ മക്കൾക്ക് അത്തരത്തിലൊരു കെയറിങ് നമ്മൾ കൊടുക്കാറില്ല. നമ്മളൊക്കെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഹൈറ്റിന് പാകത്തിന് വേണ്ടിയുള്ള സ്ലാബുകളും വാഷ് ബേസിനും കൊടുക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് സൗകര്യത്തിനാണ് അത്രയും താഴ്ത്തി നമ്മൾ വാഷ് ബേസിന് ഇവിടെ കൊടുത്തത്. ഇതൊരു മാതൃകയാണ്. ഞാനിതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് അതാണ്. കാരണം നമ്മളൊരു മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള ഒരു അങ്കണവാടി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള നാടുകളിലും അവിടെയുള്ള ജനപ്രതിനിധികൾ അതൊരു മാതൃകയാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡേ കെയർ സെൻ്ററുകളുടെ എണ്ണം ചുരുങ്ങി വരും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്കണവാടിയിലേക്ക് വിടാത്ത? അങ്കണവാടിയുടെ ഭൗതിക സാഹചര്യം മോശമായതുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ ഡേ കെയർ സെൻ്ററുകളിലേക്ക് കുട്ടികളെ വിടുന്നതിന് പകരം എല്ലാ രക്ഷിതാക്കളും എവിടെ വിടും? ഇവിടെ നമ്മുടെ അങ്കണവാടിക്ക് വിടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചുറ്റുമതിലും മുറ്റം കട്ടവിരിക്കലും പുരോഗമിക്കുകയാണ്. സമീപത്തെ അഴുക്കുചാൽ സ്ലാബ് മൂടുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. അങ്കണവാടിയുടെ ചുറ്റുമതിലും അഴുക്കുചാലും ഉൾപ്പെടെ 35 ലക്ഷം രൂപ ചിലവിലാണ് അങ്കണവാടി നിർമ്മാണം നടത്തിയത്. ICDS 2 ലക്ഷവും NREGS 8 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷവും ബാക്കി തുക പഞ്ചായത്തുമാണ് അനുവദിച്ചത്. AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് അംഗം ജഹീഫാണ് നൽകിയത്.
അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗവും ISO സർട്ടിഫിക്കറ്റ് പ്രകാശനവും മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകരെ ഉൾപ്പെടെയുള്ള കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഞാൻ അതായത് 2015-16 വർഷത്തില് ഈ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് അന്ന് ആകെ 35 കോടി. ഇപ്പൊ നമ്മള് 2025 പറഞ്ഞാല് 10 വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോ ഈ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് 105 കോടി റുപ്യ, അതായത് 35 105 എത്തി 3 ഇരട്ടി 300% വളർച്ച. അതൊരു ചെറിയ കാര്യമല്ല. യൂത്ത് ഫാജിൽ നിന്നും ഏറ്റെടുത്തത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിരുന്നതാണ് സത്യം. ഞാൻ ഈ ബോർഡിനെ ആർദ്രമായിട്ട് അഭിനന്ദിക്കുന്നു. 2024-25 വർഷത്തെ പൊതുയോഗമാണ് ബാങ്ക് ഹാളിൽ ശനിയാഴ്ച നടന്നത്. ചടങ്ങിൽ അംഗങ്ങൾക്ക് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. ലാഭത്തിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും 1 ലക്ഷം രൂപ അടക്കാറുണ്ട്. അതിന് ബാങ്കിന് ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പ്രകാശനം ചെയ്തു. അരക്കുപറമ്പ് പ്രദേശത്തെ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. മാമറ്റപ്പറമ്പിൽ അബ്ദുൽ അസീസ്, ബാങ്ക് പ്രസിഡന്റ് M മുഹമ്മദ് അലി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് T രാമകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി P അഷറഫ്, ISO കോർഡിനേറ്റർ നവീൻ, VP റഷീദ്, ഹരിപ്രസാദ്, ബാങ്ക് ഭരണസമിതി അംഗം N മുഹമ്മദ് അഷറഫ്, PT ഹൈദ്രോസ് ഹാജി, ഹമീദ് ഓങ്ങല്ലൂർ, P പത്മനാഭൻ, MP സുകുമാരൻ, TT വിജയൻ, T വാസുദേവൻ, ബാങ്ക് ഭരണസമിതി അംഗം യൂനസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കമ്മിറ്റി സർവകക്ഷി അനുശോചനം നടത്തി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് കോട്ടോപ്പാടം ടൗണിൽ അനുശോചനം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ പാർട്ടിയെ കുറ്റം പറഞ്ഞ് മറുകണ്ഠം ചാടുന്ന ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ തനിക്ക് പാർട്ടി എന്ത് നൽകി എന്നുള്ളതല്ല, ആ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതാവസാനം വരെ പ്രവർത്തിച്ച സമാനതകളില്ലാത്ത നേതാവിനെ മണ്ണാർക്കാട്ടെ പാലക്കാട്ടെ കോൺഗ്രസുകാരും ജനാധിപത്യ വിശ്വാസികളും സ്മരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മരിച്ചതോടി അധ്യക്ഷനായി. CPM പ്രതിനിധി K വിജയൻ, മുസ്ലിം ലീഗ് പ്രതിനിധി പാറശ്ശേരി ഹസൻ, CPI പ്രതിനിധി ചന്ദ്രശേഖരൻ, മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, P മുരളീധരൻ, KG ബാബു, CJ രമേശ്, ഉമ്മർ, നൌഫൽ താളിയിൽ, സിജാദ് അമ്പലപ്പാറ, നിജോ വർഗീസ്, അൻവർ സാജിദ്, അബൂബക്കർ കൊങ്ങത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യകാല പ്രസിഡന്റ് കൂടിയായിരുന്നു PJ പൗലോസ്. പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ മദ്രസയായ മിറാസുൽ അംബിയ മദ്രസയുടെയും മൻഫഉൽ ഇസ്ലാം സംഘത്തിന്റെയും പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ 27 ഞായറാഴ്ച വൈകിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും മദ്രസയിൽ അരനൂറ്റാണ്ട് അധ്യാപനം പൂർത്തിയാക്കിയ M അഷ്റഫ് മൗലിയെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ മദ്രസയാണ് മിറാസുൽ അംബിയ മദ്രസ. മൻഫഉൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിലാണ് മിറാസുൽ അംബിയ മദ്രസ പ്രവർത്തിക്കുന്നത്. മദ്രസയും മൻഫഉൽ ഇസ്ലാം സംഘവും 75 വർഷം പിന്നിട്ട പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ്. പ്ലാറ്റിനം ജൂബിലി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 28 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്ലാറ്റിനം ജൂബിലി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മദ്രസയിൽ അരനൂറ്റാണ്ട് അധ്യാപനം പൂർത്തിയാക്കിയ M അഷ്റഫ് മൗലവിയെ ചടങ്ങിൽ ആദരിക്കും. ബാദുഷാ ഹാജി സ്മാരക ഓഡിറ്റോറിയത്തിൽ PP മുഹമ്മദ് ഹാജി നഗറിലാണ് പരിപാടി നടക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നല്ലായ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും. മൗലാന യൂസുഫ് നിഷാമി ഷാഹ് സുഹൂരി അധ്യക്ഷത വഹിക്കും. നജീബ് കാന്തപുരം MLA സപ്ലിമെന്റ് പ്രകാശനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പ്ലാറ്റിനം ജൂബിലി ലോഗോയുടെ പ്രകാശനവും നിർവഹിക്കും. പ്രമുഖ പണ്ഡിതർ ചടങ്ങിൽ പങ്കെടുക്കും.
മദ്രസയുടെ ചരിത്രവും വർത്തമാനവും കോർത്തിണക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കും. വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ, ജൂബിലി സ്മാരകം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജീവകാരുണ്യ സേവന രംഗത്ത് ഒട്ടേറെ സേവനം നടത്തിയ സംഘടനയാണ് മൻഫലിസിലെ സംഘം. ആ സംഘത്തിൻ്റെ കീഴിൽ 1951 സ്ഥാപിച്ചതാണ് മീറാത്തുൽ അംബിയ മദ്രസ. ആ മദ്രസ പ്രവർത്തന രീതിയിൽ 75 വർഷം പൂർത്തിയായി. പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മദ്രസയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ആ മദ്രസയിൽ പഠിച്ച് അവിടെ തന്നെ അധ്യാപകനായി. അരനൂറ്റാണ്ട് കാലം അദ്ദേഹം 1975 സെപ്റ്റംബർ 30 ജോലിയിൽ പ്രവേശിച്ചതാണ്. ഈ സെപ്റ്റംബർ 30 അദ്ദേഹം 50 കൊല്ലമായി അവിടെ സേവനം ചെയ്യുന്നു. അതൊരു അപൂർവതയാണ്, ഒരു ചരിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ പെരിന്തൽമണ്ണ പൗരാവലി ഗ്രാമീണത്തിലൊരു ആദര സമർപ്പണമാണ് പരിപാടി. ഈ വരുന്ന 28-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ ഒരു വർഷം നീളുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കും. പരിപാടിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് NA അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി PP ബാപ്പു ഹാജി, സ്വാഗത സംഘം ജനറൽ കൺവീനർ PP കാജ മുഹിയുദ്ദീൻ, വൈസ് പ്രസിഡന്റ് പാറയിൽ അബ്ദുള്ള, ജോയിന്റ് സെക്രട്ടറി ഉമർ ഫാറൂഖ് കിഴക്കേതിൽ, അസിസ്റ്റന്റ് സദർ മുഅല്ലിം MT കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ ശ്രദ്ധേയരായ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യോദയ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും ദിവ്യപ്രഭ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചികിത്സാ ധനസഹായവും നൽകി. അതൊക്കെ എനിക്ക് ആൾക്കാരുടെ മനസ്സിൽ അത് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അങ്ങനെ ആയിരിക്കണം. നല്ല ആസ് എ സൊസൈറ്റി, ആസ് എ എക്കോണമി, ഒരു രാജ്യം, ഒരു സ്റ്റേറ്റ് എല്ലാം ഗ്രോ ചെയ്യും. ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവരും ചിന്തിച്ചാൽ മാത്രമേ ഗ്രോ ചെയ്യും. പക്ഷെ നമ്മൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ അത് വളരെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും ആൾക്കാർ. അത് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഇതിപ്പോ ഞാനിപ്പോ കണ്ട ഡയയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ചെയ്യുന്നുള്ളത് ഇറ്റ് ഈസ് അമേസിംഗ്. ഒരാൾക്കും പാലക്കാട് മാധവരാജ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രമുഖ വ്യവസായിയും ബ്ലൂ ഓഷ്യൻ ഗ്രൂപ്പ് CEO ഡോക്ടർ സത്യമേനോൻ ഉദ്ഘാടനം ചെയ്തു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P ഭാനുമതി ദിവ്യപ്രഭ പുരസ്കാരം 2025 ഏറ്റുവാങ്ങി. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന നിർധന കുടുംബത്തിലെ 5 വിദ്യാർത്ഥികൾക്ക് വിദ്യോദയ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഉന്നതാധികാര സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി. വൃക്ക മാറ്റിവെച്ചവർക്ക് മരുന്നും വിതരണം ചെയ്തു. ഡോക്ടർ KS ഗായത്രിയെ ചടങ്ങിൽ അനുമോദിച്ചു. AK നാരായണൻ, ശ്രീവത്സൻ, ഷൈനി രമേശ്, ശങ്കർജി കോങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന TK കൊച്ചുനാരായണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ IEE ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കുസൃതിക്കളം ഏകദിന ഗണിത ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു. MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹം കൂടുതൽ മുറുകെ പിടിക്കേണ്ട ഒന്നാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയും എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടതുണ്ട്. പനി വന്നാൽ ഏതെങ്കിലും ഒരു വൈദ്യരെയോ മുതിർന്നയാളെയോ കണ്ട് ചരട് ജപിച്ച് കെട്ടിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്തെ പുച്ഛിച്ചു തള്ളിയവരാണ് നമ്മളൊക്കെ. എന്നാൽ ഇന്ന് ആശുപത്രിയിൽ പ്രസവം വേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഭാര്യയെ ആശാവർക്കർ പോലും വാർഡിലെ മെമ്പർ പോലും അറിയാതെ 10 മാസം അല്ലെങ്കിൽ 9 മാസം ഒളിപ്പിച്ച് താമസിക്കുകയും ചെയ്യുന്നവർ ഒറ്റപ്പെട്ടതെങ്കിലും കേരളത്തിലുണ്ട് എന്നത് വളരെ ഗൗരവത്തോടു കൂടി ശാസ്ത്രബോധമുള്ള സമൂഹം കാണേണ്ടതാണ്. ചടങ്ങിൽ വിനീത ചെല്ലപ്പൻ അധ്യക്ഷയായി. മുൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം PM വിശ്വനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് റിട്ടയർഡ് ഗണിതശാസ്ത്ര പ്രൊഫസർ ഇ കൃഷ്ണൻ അക്കാദമിക പ്രഭാഷണം നടത്തി. ചെർപ്പുളശ്ശേരി BRC പരിധിയിലെ ഹൈസ്കൂളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 74 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. പങ്കാളികൾക്ക് കൊച്ചുനാരായണന്റെ ഭാര്യ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച TA കൊച്ചുനാരായണൻ കടമ്പഴിപ്പുറം സ്വദേശിയാണ്. BPCNB പ്രിയേഷ്, പഞ്ചായത്ത് അംഗം KK ലിനി, KM ധന്യ, TM മഹേഷ് എന്നിവർ സംസാരിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വിഹിതം 3 ലക്ഷം രൂപയും ഗുണഭോക്തൃ വിഹിതം 25,000 രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മൃഗാശുപത്രിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ C നാരായണൻകുട്ടി അധ്യക്ഷനായി. 500 പേർക്കാണ് കോഴികളെ നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങളായ PK സുരേഷ് ബാബു, ബാബുരാജ്, സവിത, സുനിത, ബേബി, സജിത, വെറ്റിനറി ഡോക്ടർ രേഷ്മ എന്നിവർ സംസാരിച്ചു. ആദ്യത്തെ ഒരു പദ്ധതിയാണ് അടുത്ത കോഴി വളർത്തൽ. അതിന്റെ ഗുണഭോക്താക്കൾക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകുന്ന പദ്ധതിയാണ്. വളരെ 500 പേർക്കാണ് ഈ പദ്ധതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെ സ്വാഗതം പറയുകയാണെങ്കിൽ അടുത്ത കർത്തവ്യം. പക്ഷെ അതിന് മുന്നേ എനിക്ക് കുറച്ചൊക്കെ നന്ദി പറയണം. ഗുണഭോക്താക്കൾക്കുള്ള അടുക്കള മുട്ടക്കോഴി 500 പേർക്ക് ഇന്ന് വിതരണം ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡോക്ടറോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതിൻ്റെ രേഖകളെല്ലാം കളക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതി നടപ്പാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കോഴി വിതരണം ചെയ്യുന്നത്. KSEB മുതുതല സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ എലവഞ്ചേരി കരിങ്കുളം കരിപ്പായി വീട്ടിൽ ശ്രീനിവാസനെ മുതുതലയിലെ വാടക കെട്ടിടത്തിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് മുതുതല സെന്ററിൽ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ പുറത്തേക്ക് കാണാതായപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കേണ്ടതില്ലെന്ന് UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ. കൗൺസിൽ അംഗബലത്തിൽ സർക്കാർ നിർദ്ദേശം തള്ളി. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF കൗൺസിലർമാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ഉയർത്തി LDF കൗൺസിലർമാരും. ഒരാളുടെയും പെൻഷൻ തടഞ്ഞുവച്ചിട്ടില്ലെന്നും പെൻഷൻ നിഷേധിച്ചെന്ന സ്ത്രീയുടെ പരാതി അടിസ്ഥാനരഹിതമെന്നും പെരിന്തൽമണ്ണ നഗരസഭ. മലബാർ സിറ്റി ന്യൂസ് വാർത്തയെ തുടർന്ന് വൈസ് ചെയർപേഴ്സന്റെയും കൗൺസിലറുടെയും വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ തങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഉള്ളതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാകുമെന്നും DCC പ്രസിഡന്റ്. ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് പട്ടാമ്പി കൊടുമുണ്ടയിൽ റെയിൽവേ ഗേറ്റ് തകർന്നു. പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് വീണ്ടും അംഗീകാരം. മികച്ച പ്രവർത്തനത്തിന് നഗരസഭയിലെ കുടുംബശ്രീ CDSന് ISO അന്താരാഷ്ട്ര ഗുണമേന്മ അംഗീകാരം ലഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.